ഓം വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. പ്രേമസ്വരൂപരെ, ഭഗവത്ഗീതയിലെ മർമ്മങ്ങൾ എന്ന പരമ്പരയിൽ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം പരസ്പരം സഹായിക്കുക, ലോകത്തെ നിലനിർത്തുക. ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവാ ദാസ്യന്തേ യജ്ഞഭാവിധാ തൈർദത്താന പ്രധായൈഭ്യോ യോ ഭുങ്ക്തേസ്തേന ഏവ സാ. കർമ്മങ്ങൾ ലോകത്തെ സന്തോഷിപ്പിക്കുന്നതാണ്. അപ്രകാരം സന്തുഷ്ടമായ ലോകം നിങ്ങൾക്ക് ഹിതകരമായ സുഖാനുഭവങ്ങൾ തരും. ആ സുഖാനുഭവങ്ങളുടെ ഒരംശം ലോകത്തിനു തന്നെ തിരിച്ചു കൊടുക്കണം. അങ്ങനെ കൊടുക്കാതെ സ്വയം അനുഭവിക്കുന്നവൻ കള്ളൻ തന്നെ. പ്രിയരെ, ഏറ്റവും ചെറിയ ആറ്റം കണിക മുതൽ സൗരയൂഥം വരെയുള്ള പ്രകൃതി ഘടകങ്ങളെല്ലാം പരസ്പര ധാരണയോടെ ഒരു പ്രത്യേക താളക്രമത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യ ശരീരത്തിന്റെ എണ്ണമറ്റ ഘടകങ്ങളും അതേ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് ഒരാളുടെ വ്യക്തിത്വത്തിന് രൂപം നൽകുന്നത്. വിവിധ മണ്ഡലങ്ങളിലുള്ള അനേകം ആളുകളുടെ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ വഴിയാണ് സമൂഹം വളരുകയും വികസിക്കുകയും ചെയ്യുന്നത്. സമസ്ത ചരാചരങ്ങളും സഹകരണഭാവത്തിന്റെയും പരസ്പര സ്നേഹത്തിന്റെയും മന്ത്രം സദാ ഉരുവിടുന്നത് മനുഷ്യൻ കേൾക്കാതിരുന്നുകൂടാ. പ്രകൃതിയുടെ അനാദിയും അലംഘനീയവുമായ പരസ്പര സഹായ പ്രക്രിയ മനുഷ്യൻ ശരിയായി മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ അവനും പരമമായ ശ്രേയസ്സുണ്ടാകും. സമുദ്രത്തിന്റെ ജലത്തിന്റെ ഘടന ഏതെന്ന് മനസ്സിലാക്കുവാൻ അതിലെ ഒരു തുള്ളി വെള്ളം മതിയാവും. അതുപോലെ പ്രകൃതി ശക്തികളെ ആരാധിക്കുക വഴി അവയിൽ ഒളിഞ്ഞിരിക്കുന്ന തേജോമയവും അത്ഭുതകരവുമായ പരമസത്യത്തിന്റെ പ്രകാശം നമുക്ക് കണ്ടെത്താം. സേവനത്തിന്റെയും ത്യാഗത്തിന്റെയും സഹകരണബോധത്തിന്റെയും ജീവനുള്ള മഹാകാവ്യമാണ് ഈ പ്രകൃതി. സ്നേഹപൂർവം, രഞ്ജൻ കയനാടത്ത്.